Good morning all. Today we discuss about the contents of the project report. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് പ്രൊജക്റ്റ് റിപ്പോർട്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനുണ്ടായിരിക്കേണ്ട റിക്വസൈറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ട കണ്ടൻസ്, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ്. ഒരു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കണ്ടൻസ് ഓഫ് ദ പ്രോജക്റ്റ് റിപ്പോർട്ട്. പ്രോജക്റ്റ് റിപ്പോർട്ടിൽ മെയിനായിട്ട് ഉണ്ടായിരിക്കേണ്ട കണ്ടൻസ് ആണ് ഇൻട്രൊഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടർ, പ്രോഡക്റ്റ്, മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ്, ലൊക്കേഷൻ, പ്രൊഡക്ഷൻ പ്രോസസ്, റോ മെറ്റീരിയൽ. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കണ്ടൻസ്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ ജനറൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കമ്പനി ആൻഡ് പ്രൊഡക്ഷൻ ഡിസ്ക്രിപ്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന പാർട്ടിൽ, പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ ഇൻട്രൊഡക്ഷൻ എന്ന പാർട്ടിൽ വരുന്നത് ആ കമ്പനിയുടെ ജനറൽ ഇൻഫർമേഷൻസ്, കമ്പനിയിൽ എന്തൊക്കെ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതേപോലെ തന്നെ അതിൻ്റെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ്, ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരിക്കും, ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഉണ്ടായിരിക്കും. ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓണേഴ്സ്, അതിൽ എത്ര ഓണേഴ്സ് ഉണ്ട്, പാർട്ട്ണർഷിപ്പാണോ അല്ലെങ്കിൽ കമ്പനിയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അതേപോലത്തെ സൊസൈറ്റികളാണോ, അതേപോലെ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ജനറൽ ഇൻഫർമേഷൻസ് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പാർട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടർ. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടറിൽ രണ്ടാമത്തെ കണ്ടൻ്റാണ് പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ. അതിൽ പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ ഹൂ സ്റ്റാർട്ട് ദ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഓണറില്ലേ, ആ ഓണർ അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരാണോ അയാളാണ് എന്തെന്ന് പറയുന്നത്, പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടർ, ആ പ്രൊമോട്ടറുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ നെയിം, അഡ്രസ്സ്, ഏജ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ എക്സെട്ര, ഈ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടറിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ ആ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റിൽ എന്ത് പ്രോഡക്റ്റാണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ പ്രോഡക്റ്റ് എന്ന കണ്ടൻറ്റിൽ ഉണ്ടായിരിക്കും. ഡീറ്റെയിൽസ് ഓഫ് പ്രോഡക്ട്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്, ഡീറ്റെയിൽസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്, പ്രപ്പോസ്ഡ് പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ് എക്സെട്ര. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ പ്രോഡക്റ്റ് എന്ന കണ്ടൻറ്റിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ദ പ്രോഡക്റ്റ്, ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഏതൊക്കെ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്, മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതേപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ മിക്സ് എന്തൊക്കെയാണ്, പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് എത്രയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട്, അതിൻ്റെ ഡിമാൻഡ് എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതേപോലെ തന്നെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും ഈ ഒരു കണ്ടൻറ്റിൽ ഉണ്ടായിരിക്കും. മാർക്കറ്റ് പൊട്ടൻഷ്യൽ അനാലിസിസ്, മേജർ ബയേഴ്സ്, ഏരിയാസ് ടു ബി കവേർഡ്, ട്രേഡ് പ്രാക്ടീസസ്, സെയിൽസ് പ്രൊമോഷൻ ഡിവൈസസ്, ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് ട്രേഡ് ചാനൽസ് അഡോപ്റ്റഡ് ബൈ ദ കോമ്പറ്റീറ്റേഴ്സ്, ഡിമാൻഡ് അനാലിസിസ്, പ്രപ്പോസ്ഡ് മാർക്കറ്റ് റിസർച്ച് എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരിക്കും, മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ് കണ്ടൻറ്റിൽ ഉണ്ടായിരിക്കും. മാർക്കറ്റ് പൊട്ടൻഷ്യൽ അനാലിസിസ്, മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അനാലിസിസ് നടത്തും. ഇപ്പോഴത്തെ മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ട്, എത്രത്തോളം മാർക്കറ്റിൽ സ്കോപ്പ് ഉണ്ട്, അവിടെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ്, ഏതൊക്കെ കസ്റ്റമേഴ്സാണ് കൂടുതലായിട്ടുള്ളത്, ഏതൊക്കെ ഏരിയ ആണ് കവർ ചെയ്യേണ്ടത്, ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ ഏതൊക്കെ ഏരിയാസാണ് കവർ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെ ട്രേഡ് പ്രാക്ടീസസ് ആണുള്ളത്, ഏതൊക്കെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ആണ് കമ്പനി യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ
ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്താൻ ഏതൊക്കെ ചാനൽസ് ആണ് ഉപയോഗിക്കുന്നത്, അതായത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണോ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണോ, എയർ ആണോ എന്നുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജീസും, അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസും, അവർക്ക് എത്ര പ്രോഡക്റ്റ് ഡിമാൻഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും, ഡിമാൻഡ് അനാലിസിസ്, അതായത് ഡിമാൻഡ് മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, സപ്ലൈ കൂടും, അപ്പോൾ ഡിമാൻഡ് അനാലിസിസ് നടത്തിയിരിക്കണം. അപ്പോൾ ഡിമാൻഡ് അനാലിസിസ്, അതേപോലെ തന്നെ പ്രപ്പോസ്ഡ് മാർക്കറ്റ് റിസർച്ച് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന കണ്ടൻറ്റാണ് ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് പറയുന്നത് ലൊക്കേഷണൽ അഡ്വാൻറ്റേജ്, ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ദ ലൊക്കേഷൻ, ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ആൻഡ് അതർ ചോയ്സസ്. ലൊക്കേഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൊക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ് എങ്ങനെ ഹൗ ടു സെലക്ട് എ ലൊക്കേഷന്, നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റിൽ ആ ലൊക്കേഷണൽ അഡ്വാൻറ്റേജ്, അതായത് നമ്മൾ ആ പെർട്ടിക്കുലർ പ്ലേസ് സെലക്ട് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ എന്തൊക്കെ ക്രൈറ്റീരിയയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, അതിൻ്റെ അതർ ചോയ്സസ്, ഇത്രയും കാര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കും, ലൊക്കേഷനിൽ ഉണ്ടായിരിക്കും. ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ആ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ്, അതായത് റോഡിൻ്റെ അടുത്താണോ, മാർക്കറ്റിൻ്റെ നിയർനെസ്റ്റ് ടു ദ മാർക്കറ്റ് ആണോ, അതേപോലെ തന്നെ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ടോ, ഡ്രൈനേജ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ അഡ്വാൻറ്റേജ് ഒക്കെ എവിടെ ഉണ്ടായിരിക്കും, ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് നമ്മൾ ഏത് പ്രോഡക്റ്റാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, അതിന് എത്രത്തോളം മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സാണ്, നമ്മൾ എങ്ങനെ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള, ഏതൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ആയിരിക്കണം ആ ഒരു പ്രോഡക്റ്റ് കടന്നു പോവേണ്ടത്, ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ആ ഒരു പ്രോഡക്റ്റ് കടന്നു പോകണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അതിൽ ഡീറ്റെയിൽസ് ഓഫ് ടെക്നോളജി, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ഏതാണ്, മോഡേൺ ടെക്നോളജി ആണോ, അതോ ഇൻഡിജീനിയസ് ടെക്നോളജി ആണോ, ഇമ്പോർട്ടഡ് ടെക്നോളജി ആണോ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടെക്നോളജിയിലെ ഡീറ്റെയിൽസ് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പ്രോസസ്സ് ഫ്ലോ ചാർട്ട്, അതായത് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഏതൊക്കെ ഫ്ലോയിലൂടെ, ഏതൊക്കെ സ്റ്റെപ്പിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്, മാനുഫാക്ചറിങ് പ്രോസസ്സ്, പ്രൊഡക്ഷൻ പ്രോഗ്രാം, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്ന കണ്ടൻ്റാണ് നെക്സ്റ്റ് ലാസ്റ്റായിട്ട് വരുന്നൊരു കണ്ടൻ്റാണ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, അതാണ് റോ മെറ്റീരിയൽ. ഈ ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് റിക്വയർഡ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, സോഴ്സ് ഓഫ് റിക്വയർമെൻറ്റ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എക്സെട്ര. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്പെസിഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ റിക്വയർഡ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, അതായത് നമ്മൾ പ്രൊഡക്ഷൻ ആവശ്യമായിട്ട് എത്ര റോ മെറ്റീരിയൽസ് വേണം, അതിന് എത്ര ക്വാണ്ടിറ്റി, എത്ര നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര റോ മെറ്റീരിയൽ നമ്മൾ കണ്ടെത്തണം എന്നുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ ആ ഒരു റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, ഏത് ക്വാളിറ്റിയിലുള്ള റോ മെറ്റീരിയലാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ. അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും, അത് ലിസ്റ്റിൽ ആ റോ മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര ക്വാളിറ്റി വേണം എന്നുള്ള കാര്യം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സോഴ്സ് ഓഫ് റിക്വയർമെൻറ്റ്, നമുക്ക് ആ റോ മെറ്റീരിയൽ ഏതൊക്കെ സോഴ്സസ് നമുക്ക് അവൈലബിൾ ആക്കാം, എവിടെ നിന്നൊക്കെ നമുക്ക് റോ മെറ്റീരിയൽ കിട്ടും, നമുക്ക് ഇമ്പോർട്ട് ചെയ്യണോ, അതോ നമുക്ക് ചുറ്റുപാടുള്ള അവിടുന്ന് നമുക്ക് റോ മെറ്റീരിയൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിൻ്റെ സോഴ്സസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, റോ മെറ്റീരിയലിന് എത്ര കോസ്റ്റ് വരും, അതായത് നമ്മൾ മാക്സിമം കോസ്റ്റ് കുറച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടത്, എന്നാൽ നമുക്ക് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ മാക്സിമം കോസ്റ്റ് കുറച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യണം, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എത്ര വന്നിട്ടുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട്, ക്വാണ്ടിറ്റി എത്ര വേണം, അതിൻ്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് റോ മെറ്റീരിയലിൽ സ്പെസിഫൈ ചെയ്യേണ്ടത്, റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ്
ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടൻസ് ഇൻട്രൊഡക്ഷനിൽ ജനറൽ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ദ കമ്പനി, ആ കമ്പനിയുടെ ജനറൽ ഇൻഫർമേഷൻസ് ആയിരിക്കും ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടറിൽ അയാളുടെ നെയിം, ഏജ്, അതേപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ കാര്യങ്ങളൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടറിൽ ഉണ്ടായിരിക്കും. പിന്നെ പ്രോഡക്റ്റിൽ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള അത് പ്രോഡക്റ്റിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ മാർക്കറ്റിംഗ്, അതായത് മാർക്കറ്റിംഗ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം ആ പ്രോഡക്റ്റ്, എത്ര ഡിമാൻഡ് അനാലിസിസ് നടത്തണം, അതേപോലെ തന്നെ ഏതൊക്കെ ലൊക്കേഷൻ കവർ ചെയ്യണം, കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മാർക്കറ്റിംഗ് കണ്ടൻറ്റിൽ ഉണ്ടായിരിക്കും. ദെൻ ലൊക്കേഷനിൽ നമ്മുടെ ലൊക്കേഷണൽ അഡ്വാൻറ്റേജ്, നമ്മൾ ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ സെലക്ട് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലൊക്കേഷനിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സ്, എങ്ങനെ ഒരു പ്രോഡക്റ്റ് ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റായിട്ട് മാറുമ്പോൾ ഏതൊക്കെ സ്റ്റേജസിലൂടെ കടന്നു പോകണം എന്നുള്ള കാര്യം ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടൻറ്റിലുണ്ടായിരിക്കും. അതേപോലെ ലാസ്റ്റായിട്ട് വരുന്ന ഒരു കണ്ടൻറ്റാണ് റോ മെറ്റീരിയലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതൊക്കെ റോ മെറ്റീരിയൽ വേണം, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര, ക്വാളിറ്റി എത്ര, അതേപോലെ തന്നെ അതേതൊക്കെ അതിൻ്റെ എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റോ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വേറെ ഒരുപാട് കണ്ടൻസ് ഉണ്ട്, യൂട്ടിലിറ്റീസ് ഉണ്ട്. ഏതൊക്കെ യൂട്ടിലിറ്റീസ്, വാട്ടർ, പവർ, സ്റ്റീം, സോഴ്സ് ആൻഡ് കോസ്റ്റ്, ഇഫ്ലുവൻറ്റ്, ഡിസ്പോസൽ എക്സെട്ര, ഇതൊക്കെ യൂട്ടിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷനാണ് ഒരു കമ്പനി നടത്തുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ആ കമ്പനി നടത്തുന്നത്, ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് മാൻ പവർ റിക്വയർമെൻറ്റിൽ ഏതൊക്കെ ആൾക്കാർ, ഏതൊക്കെ ജോബ് ചെയ്യാൻ ഏതൊക്കെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം, അവരുടെ സ്കിൽസ്, അവരുടെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ മാൻ പവർ റിക്വയർമെൻറ്റിൽ ഉണ്ടായിരിക്കും. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിങ്, നമ്മളെ ലാൻഡ് ഏരിയ, കൺസ്ട്രക്ഷൻ ഏരിയ, ആ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള കോസ്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാൻ ലേഔട്ട് കാര്യങ്ങളൊക്കെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ ഉണ്ടായിരിക്കും. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ എക്യുപ്മെൻറ്റ് റിക്വയർഡ്. ദെൻ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് എത്രത്തോളം കോസ്റ്റ് വരും, അതേപോലെ തന്നെ അതിൽ നിന്ന് എവിടെ നിന്നൊക്കെ നമുക്ക് ഫിനാൻസ് കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടൻസ് ഓഫ് ദ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.